ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഒരു രാജ്യങ്ങളുടെ ലിസ്റ്റാണ്. സെക്കൻഡ് ലിസ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ട് അതിനോട് റിലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഐഡിയാസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നോക്കാം. ഭൂട്ടാൻ ലാൻഡ് ലോക്ഡ് കൺട്രി വിത്ത് മൊണാർക്കി. നമുക്ക് അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം. ഭൂട്ടാൻ, മാൽദീവ്സ്, ഇന്ത്യ, ശ്രീലങ്ക. 4 രാജ്യങ്ങൾ, 4 ഏഷ്യൻ രാജ്യങ്ങളാണ്. The first country to liberalize its economy in South Asia, centrally located and shared border with most of the South Asian countries, a landlocked country with a monarchy, an island nation, was Sultanate till 1968. 4 ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ A3 ഭൂട്ടാൻ നമുക്കറിയാം, നമ്മുടെ സിക്കിമിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ വളരെ മുമ്പിലുള്ള രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഭൂട്ടാനിൽ മൊണാർക്കിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. രാജഭരണം സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഒബിയസ്ലി വരുന്നത് ലാൻഡ് ലോക്ഡ് കൺട്രി വിത്ത് മൊണാർക്കി. ഇത് കടൽ തീരമില്ലാത്ത ലാൻഡുകളാൽ ചുറ്റപ്പെട്ട ഒരു കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂട്ടാൻ ലാൻഡ് ലോക്ഡ് കൺട്രി വിത്ത് മൊണാർക്കി. മാൽദീവ്സ്, ഇതിനകത്ത് 2 ഐലൻഡ് നേഷൻസ്, ശ്രീലങ്കയുണ്ട്, മാൽദീവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാൽദീവ്സ് എന്നതിന്റെ ഉത്തരം an island nation was sultanate till 1968. 1968 വരെ ഒരു സുൽത്താനേറ്റ് ആയിരുന്നു എന്നുള്ള ഓപ്ഷനിൽ നിന്ന് വേണം നമ്മൾ ശ്രീലങ്കയാണോ മാൽദീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ. 2 ഐലൻഡ് നേഷൻ ആണ്. അപ്പോൾ ശ്രീലങ്കയ്ക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഇല്ല. മാൽദീവ്സ് ആണ് ഈ പറയുന്ന an island nation was sultanate till 1968 എന്നുള്ള ഉത്തരത്തിൽ ആൻസർ എന്നുള്ള ചോദ്യത്തിനാണ് കണക്ട് ചെയ്യുന്ന പോയിന്റ്. ഇന്ത്യ ഓപ്ഷൻ C2 ആണ്. ഇപ്പോൾ സെൻട്രലി ലൊക്കേറ്റഡ് ആൻഡ് ഷെയർസ് ബോർഡർ വിത്ത് മോസ്റ്റ് ഓഫ് ദ സൗത്ത് ഏഷ്യൻ കൺട്രീസ്. ഇന്ത്യ ഭൂട്ടാനും ശ്രീലങ്കയും ഇന്ത്യ മാൽദീവ്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട്, ചൈനയുമായിട്ടും പാകിസ്ഥാനായിട്ടും ബംഗ്ലാദേശായിട്ടും മ്യാൻമറായിട്ടും പല അഫ്ഗാനിസ്ഥാനായിട്ടും നേപ്പാളായിട്ടും പല രാജ്യങ്ങളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഒബ്വിയസ്ലി ഇന്ത്യ ആയിരിക്കും. ശ്രീലങ്ക എന്നാണ് ദ ഫസ്റ്റ് കൺട്രി ടു ലിബറലൈസ് ഇറ്റ്സ് എക്കോണമി ഇൻ സൗത്ത് ഏഷ്യ. 60s അവസാനത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? ശ്രീലങ്കയുടെ എക്കോണമി ലിബറലൈസ് ചെയ്യുന്നത്. ഇന്ത്യ ചെയ്യുന്നത് 1991 LPG റിഫോംസിലൂടെ. ശ്രീലങ്ക 1968 സംതിങ് ആണ് ശ്രീലങ്ക അതിന്റെ എക്കണോമി ലിബറലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം വരുമ്പോൾ ഭൂട്ടാൻ ഓപ്ഷൻ 3, മാൽദീവ്സ് ഓപ്ഷൻ 4, ഇന്ത്യ ഓപ്ഷൻ 2, ശ്രീലങ്ക ഓപ്ഷൻ 1. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി A3, B4, C2, D1 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സിക്കിം പ്രജാമണ്ഡൽ? സിക്കിം പ്രജാമണ്ഡൽ എന്ന് പറയുന്ന പാർട്ടിയുടെ ഫോം ചെയ്ത് ആരായിരുന്നു അതിന്റെ ഫൗണ്ടർ എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. മേരി കോം, ലാൽദെങ്ക, അങ്കാമി സാപ്പു, കാസി ലങ്തം ദോർജി. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി, കാസി ലങ്തും ദോർജി. സിക്കിം പ്രജാമണ്ഡൽ ഫോം ചെയ്യുന്നത് കാസി ലങ്തും ദോർജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഏതൊക്കെയാണ്? ദ സ്റ്റുഡന്റ് അജിറ്റേഷൻ ഇൻ ഗുജറാത്ത് അഗെയിൻസ്റ്റ് ദ റൈസിംഗ് പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, കുക്കിംഗ് ഓയിൽ ആൻഡ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. ഇന്ത്യ പാകിസ്ഥാൻ വാർ, ബംഗ്ലാദേശ് ക്രൈസിസ്. ബീഹാർ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഫുഡ് സെക്യൂരിറ്റി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് കറപ്ഷൻ. Peasant uprising took place in Naxalbari police station area of Darjeeling Hill district in West Bengal. Railway strike. ഇതാണ് 5 ഇൻസിഡൻസ്. ഇതിനെ ക്രോണോളജിക്കലി ഓർഡർ ചെയ്യുമ്പോൾ ഗുജറാത്തിലെ സ്റ്റുഡൻസ് ഭക്ഷ്യ സുരക്ഷയ്ക്കും കുക്കിംഗ് ഓയിലിനും എസെൻഷ്യൽ കമ്മോഡിറ്റീസിനെല്ലാം വേണ്ടി സമരം ചെയ്യുന്ന 1973 ഇൻഡോ പാകിസ്ഥാൻ വാർ, ബംഗ്ലാദേശ് ക്രൈസിസ് നമുക്കറിയാം ഉണ്ടാവുന്നത് 1971 പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട്
പാകിസ്ഥാൻ സ്പ്ലിറ്റ് ആവുന്നത് 1971 ബീഹാർ സ്റ്റുഡന്റ് മൂവ്മെന്റ് അത് അൺഎംപ്ലോയ്മെന്റിനും എല്ലാമെതിരെ ഉള്ള സമരമായിരുന്നു. അത് 1974 നടക്കുന്നത്. പെസന്റ് അപ്രൈസിംഗ് ടു പ്ലേസ് ഇൻ നക്സൽബാരി നക്സലൈറ്റ് മൂവ്മെന്റ് നമുക്കറിയാം. നക്സൽബാരി ഡിസ്ട്രിക്റ്റിൽ വെസ്റ്റ് ബംഗാളിൽ നക്സൽബാരിയിലാണ് നടക്കുന്നത്. 1967 നക്സൽബാരി മൂവ്മെന്റ് തുടക്കുന്നത്. റെയിൽവേ സ്ട്രൈക്ക് 1974 നമുക്കറിയാം. ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ജോലിക്കാർ 17 ലക്ഷത്തോളം വരുന്ന റെയിൽവേ ജോലിക്കാർ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സമരമായിരുന്നു 1974 റെയിൽവേ സ്ട്രൈക്ക്. ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ DBACE ആണ്. DBAC, അതായത് ഫസ്റ്റ് നക്സൽബാരി മൂവ്മെന്റ്, അതിനുശേഷം ഇൻഡോ പാകിസ്ഥാൻ വാർ 1971, മൂന്നാമത്തത് സ്റ്റുഡന്റ് അജിറ്റേഷൻ ഇൻ ഗുജറാത്ത് 1973, ശേഷം സി ബീഹാർ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് 1974, അവസാനം റെയിൽവേ സ്ട്രൈക്ക് 1974. അടുത്ത ക്വസ്റ്റ്യൻ, അതും ഒരു മാസ് ഫോളോയിങ് ആണ്. 4 സോഷ്യൽ മൂവ്മെന്റ്സ് ആണ്, ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് പറയുന്നത്. അത് ഏത് സംസ്ഥാനമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഫസ്റ്റ് നർമ്മദ ബച്ചാവോ ആന്തോളൻ, ആന്റി അറക് മൂവ്മെന്റ്, ചിപ്കോ മൂവ്മെന്റ് ഫോർ റൈറ്റ് ടു ഇൻഫർമേഷൻ എവിടെയൊക്കെയാണ് നടക്കുന്നതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ നടക്കുന്നത് ഗുജറാത്തിലാണ്, ആന്റി അറക് മൂവ്മെന്റ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്, ചിപ്കോ മൂവ്മെന്റ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്, മൂവ്മെന്റ് ഫോർ റൈറ്റ് ടു ഇൻഫർമേഷൻ നടക്കുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, A3, B1, C4, D2. നർമ്മദ ബച്ചാവോ ആന്തോളൻ നമുക്കറിയാം നർമ്മദ നദിക്ക് കുറുകെ ഡാമുകൾ കെട്ടുന്നതിനെതിരെ നടന്നതാണ്. ആന്റി അറക് മൂവ്മെന്റ് ഒരു വിമൻ അപ്രൈസിംഗ് ആയിരുന്നു, ഒരു സ്ത്രീകൾ ഒരു വിമൻ മൂവ്മെന്റ് ആയിട്ട് വലിയൊരു വിമൻ മൂവ്മെന്റ് ആയിട്ട് നടന്നൊരു മൂവ്മെന്റ് ആയിരുന്നു. ചിപ്കോ മൂവ്മെന്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. മൂവ്മെന്റ് ടു റൈറ്റ് ടു ഇൻഫർമേഷൻ നടക്കുന്നത് രാജസ്ഥാനിലാണ്. സോ A3, B1, C4, D2. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇതും ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തഷ്കന്റ് എഗ്രിമെന്റ്, പഞ്ചശീൽ എഗ്രിമെന്റ്, ദ ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സോവിയറ്റ് യൂണിയൻ, ദ ഷിംല എഗ്രിമെന്റ്. 4 ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ നോക്കുമ്പോൾ തഷ്കന്റ് എഗ്രിമെന്റ് നടക്കുന്നത് 1966, പഞ്ചശീൽ എഗ്രിമെന്റ് നടക്കുന്നത് 1954, സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എഗ്രിമെന്റ് നടക്കുന്നത് 1971, ഷിംല എഗ്രിമെന്റ് നടക്കുന്നത് 1972. അപ്പോൾ ആൻസർ വരുന്നത് BACD. പഞ്ചശീൽ എഗ്രിമെന്റ്, തഷ്കന്റ് എഗ്രിമെന്റ്, ഫ്രണ്ട്ഷിപ്പ് എഗ്രിമെന്റ് വിത്ത് സോവിയറ്റ് യൂണിയൻ, ഷിംല എഗ്രിമെന്റ് 1970. ക്രോണോളജിക്കലി അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ്, BACD. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു മാത്സ് ഫോളോയിങ് ആണ്. 4 ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ പേരാണ് തന്നിരിക്കുന്നത്. അത് അവർ ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നത് എന്നാണ് ചോദ്യം. സോ 4 ഫസ്റ്റ് ലിസ്റ്റ് പ്രൈം മിനിസ്റ്റർ VP സിംഗ്, ചന്ദ്രശേഖർ, HD ദേവഗൌഡ, ഇന്ദർകുമാർ ഗുജറാൾ. സെക്കൻഡ് അത് 4 വർഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൻസറുകളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ VP സിംഗ് 1989 മുതൽ 1990 വരെ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി ഭരിച്ചതിന് ശേഷം 2 വർഷത്തെ ഗ്യാപ്പിൽ ഒരു മൈനോറിറ്റി ഗവൺമെന്റ്, ഒരു ജനതാദൾ ഉൾപ്പെടെയുള്ള ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറയുന്ന VP സിംഗിന്റെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട് 1989 1990 വരെ, 2 വർഷക്കാലമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രശേഖർ VP സിംഗിന് ശേഷം ഈ പറയുന്ന ഗവൺമെന്റിനെ ഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. VP സിംഗിനെ ഫോളോ ചെയ്യുന്ന ആളാണ് ചന്ദ്രശേഖർ. അതിനുശേഷം HD ദേവഗൌഡ പ്രധാനമന്ത്രിയാവുന്നത് 96 മുതൽ 97 വരെയാണ്, 96 to 97. അതിനുശേഷമാണ് BJP ആദ്യമായിട്ട് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. HD ദേവഗൌഡയ്ക്ക് ശേഷമാണ് BJP ഫോം ചെയ്യുന്നത്, BJP ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. 4ാമത്തെ IK ഗുജറാൾ, ഇന്ദർകുമാർ ഗുജറാൾ ഏപ്രിൽ 97 to 98. നമുക്കറിയാം 1980s ഇന്ത്യയിൽ 1990s കാലഘട്ടത്തിൽ
10 വർഷത്തിനിടയ്ക്ക് ഈ പറയുന്ന 10 വർഷത്തിൽ 5ഓളം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വളരെയധികം പൊളിറ്റിക്കലി അജിറ്റേറ്റഡ് ആയിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു, സന്ദർഭമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ് നമുക്ക് അവരുടെ വർഷങ്ങളായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ A3, B1, C4, D2 4 ഓപ്ഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. 4 ഓപ്ഷൻസ് ആണ് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മേധ പട്കർ ഈസ് അസോസിയേറ്റഡ് വിത്ത്. മേധ പട്കർ നമുക്കറിയാം എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്. ഇതിനകത്ത് ഏത് മൂവ്മെന്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ചിപ്കോ മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ആന്റി അറക് മൂവ്മെന്റ്, ഭാരതീയ കിസാൻ യൂണിയൻ. ചിപ്കോ മൂവ്മെന്റ് ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2, നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിക്ക് കുറുകെ ചെറുതും വലുതുമായ ഡാമുകൾ കിട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ട്രൈബൽ ലാൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ലാൻഡിന്റെയൊക്കെ നശീകരണത്തിനെതിരെ നടന്ന ഒരു എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതിന്റെ ലീഡർ ആയിരുന്നു മേധ പട്കർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ബഹുജൻ സമാജ് പാർട്ടി? BSP എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ വളരെയധികം ഈ പറയുന്ന മണ്ഡൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പാർട്ടിയാണ് ഏത്? BSP എന്ന് പറയുന്നത്. ഈ BSP ഫോം ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ BSPയുടെ ലീഡർ മായാവതിയാണ്. പക്ഷെ BSP ഫോം ചെയ്തത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ കാൻഷിറാം. ഓപ്ഷൻസ് മുലായം സിംഗ് യാദവ്, മമതാ ബാനർജി, ലാലു പ്രസാദ് യാദവ്, കാൻഷിറാം. 4 പേരാണ് ഉള്ളത്. ഈ 4 ആളുകൾ ഫോം ഉള്ള പാർട്ടികളുടെ RSP, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, ഈ പാർട്ടികളെല്ലാം ഈ പറയുന്ന ഒരു മണ്ഡൽ പൊളിറ്റിക്സിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ കാൻഷിറാം ആണ് BSP ഫോം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത്. BSP ഫോം ചെയ്യുന്ന ആൾ കാൻഷിറാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് റസ് കമ്മ്യൂണിസ്റ്റ് ഹ്യൂമാനിറ്റേറ്റിസ്? റസ് കമ്മ്യൂണിസ്റ്റ് ഹ്യൂമാനിറ്റാറ്റിസ് എന്ന് പറയുന്ന ഒരു ഫ്രേസിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഗ്ലോബൽ വേൾഡ്, ഗ്ലോബൽ കോമൺസ്, ഗ്ലോബൽ പൊളിറ്റിക്സ്, ഗ്ലോബൽ റിസോഴ്സസ്. 4 ഓപ്ഷൻ ഉള്ളത്. ആൻസർ വരുന്നത് ഗ്ലോബൽ റിസോഴ്സസ് ആണ്. ഇപ്പം ദ സ്റ്റേറ്റ് ഇസ് ദ ട്രസ്റ്റി ഓഫ് കമ്മ്യൂണൽ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് കനോട്ട് ഏലിയനേറ്റ് ദം ടു പ്രൈവറ്റ് ഓണർഷിപ്പ്. ബേസിക്കലി റസ് കമ്മ്യൂണിസ്റ്റ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമാണ്, ഇപ്പൊ ഈ രാജ്യത്തെ ഒരു നാച്ചുറൽ റിസോഴ്സ്, അത് ജലമായിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, അതർ നാച്ചുറൽ റിസോഴ്സ്, നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ എല്ലാം ആയിക്കോട്ടെ, ഇതിന്റെ പൂർണ്ണമായ അവകാശം ആ രാജ്യത്തിന്റെ സ്റ്റേറ്റിനായിരിക്കും, ഗവൺമെന്റിനായിരിക്കും, സ്റ്റേറ്റിനായിരിക്കും ഉണ്ടാവുക. അത് മറ്റൊരു പ്രൈവറ്റ് പാർട്ടിക്ക് അത് കൊടുക്കുമ്പോൾ അതിനെതിരെ ഉള്ളൊരു ഐഡിയ ആണ് റസ് കമ്മ്യൂണിസ്റ്റ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ പ്ലാച്ചിമട നടന്നിട്ടുണ്ട്. കൊക്കോകോള കമ്പനി പ്ലാച്ചിമടയിലെ വാട്ടർ റിസോഴ്സസിനെ പൂർണ്ണമായി എടുക്കുകയും അതിനെ പൊല്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ആ നാച്ചുറൽ റിസോഴ്സസ് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾക്കായിരിക്കണം, അല്ലാതെ മൾട്ടിനാഷണൽ കമ്പനികൾക്കായിരിക്കരുത്, അല്ലെങ്കിൽ അതുള്ള പ്രൈവറ്റ് ഓണേഴ്സിന് ആയിരിക്കരുത് എന്നുള്ള ഐഡിയ ആണ് റസ് കമ്മ്യൂണിസ്റ്റ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത് വരുന്നത് ഗ്ലോബൽ റിസോഴ്സസ് ആണ്. നാച്ചുറൽ റിസോഴ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ റിസോഴ്സ് എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, NATO, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഫോംഡ് ഇൻ 1949. 1949 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ NATO ഫോം ചെയ്യുന്നുണ്ട്. സെന്റോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എല്ലാം സെയിം സമയത്ത് തന്നെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അതേ സെയിം ഐഡിയ വെച്ചിട്ട് ഫോം ചെയ്യുന്നുണ്ട്. വാസ് ആൻ അസോസിയേഷൻ ഓഫ് ഹൗ മെനി സ്റ്റേറ്റ്സ്? NATO ഫോം ചെയ്യുമ്പോൾ എത്ര പേര് അതിൽ മെമ്പർ ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് 14 സ്റ്റേറ്റ്, 12 സ്റ്റേറ്റ്, 15 സ്റ്റേറ്റ്, 11 സ്റ്റേറ്റ്സ്. എത്ര സ്റ്റേറ്റ്സ് ആയിരുന്നു NATO ഫോം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് നിൽക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്പർ വേറെ ആയിരിക്കാം. ഫോം ചെയ്തപ്പോൾ എത്രയായിരുന്നു? അപ്പോൾ ഫോം എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്. ഫോം ചെയ്തപ്പോൾ എത്ര പേരായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് 12 സ്റ്റേറ്റ്സ് ആണ്. ഇപ്പോൾ 30-ൽ കൂടുതൽ സ്റ്റേറ്റ്സ് ഉണ്ട്. 12 സ്റ്റേറ്റ്സ് ആണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്.